വന്ന വഴി കണ്ടെങ്കിൽ എടുക്കുക. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, പറയ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു. നീയും ഈ എന്തരവളും തമ്മിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ ദാ ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം. അല്ലേ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇല്ല, ഈ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. നിന്റെ അച്ഛനാ പറയുന്നത്. കത്തി താഴെ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ? നാണം കെട്ടവരെ. മനസ്സിലായോ? ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാണ്? പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഒരു പടം കിട്ടി. എന്താ പറ? അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഓ, ശരിക്കും ദൈവമാടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് എന്താ കാര്യം? അതെന്താ സംഭവം? എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഞാനല്ലേ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യണേ മോളെ. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്ത് വളർത്തിനും പറയാനാണോ? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേർത്ത് എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. നിങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തേ പേടിച്ച് വണ്ടി മാറ്റിയിടും. ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ. ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സർ. അവനെടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് പോ. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തേ പേടിച്ച് വണ്ടി മാറ്റിയിടണം. നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ഉള്ളംകാലി മുള്ളാണി അടിച്ച് നട റോട്ടിലിട്ട് ഇലുവരപ്പിക്കാൻ.